കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഉപ്പുതറയിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ അവിടെ TVers മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു മെസ്സേജാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ അന്ന് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് അന്ന് താൻ അവിടെ പ്രസംഗിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്താണ് കൃപ എന്ന് പറയുന്നത്? കൃപ എന്ന് പറയുന്നത് ഒട്ടും അർഹതയില്ലാത്ത നന്മ എൻ്റെ കയ്യിൽ വരുന്നതാണ്. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. പൗലോസ് അപ്പോസ്തലൻ താൻ പറയുന്നുണ്ട്, ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല എന്ന് പറഞ്ഞാൽ ദൈവസഭയെ വളരെയേറെ ദ്രോഹിച്ച ഒരു വ്യക്തി, ഈ നാമം പറയുന്നവരെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തി, അതിന് പലതിനും കൂട്ടുനിന്നൊരു വ്യക്തി, ആ ഒരു വ്യക്തിയെ ദൈവം തൻ്റെ സുവിശേഷം ഭരമേൽപ്പിച്ച് അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു. ആ പൗലോസ് ഈ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്ത പൗലോസ് പറയുകയാണ്, ഞാൻ ഇന്നായിരിക്കുന്നത് കൃപയാല. കാരണം ഒരു യോഗ്യതയുമില്ല ഇതിന്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവനോടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല. നമ്മളെക്കാളും ആരോഗ്യമുള്ളവരും സമ്പത്തുള്ളവരും യോഗ്യന്മാരായിട്ടുള്ള പലരും, ശ്രേഷ്ഠതയുള്ള പലരും ഒരുപക്ഷെ ഇന്ന് ഈ ലോകത്തിലില്ല. ഒരുപക്ഷെ അവർ നിരാശയിലും ഭാരത്തിലും പ്രയാസത്തിലും കിടക്കുമ്പോൾ അവർക്ക് ഈ കർത്താവിനെ അറിയാതെ അവരുടെ സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം പ്രവൃത്തി കൊണ്ട് വിഷയങ്ങളെ ഫേസ് ചെയ്ത് അവരങ്ങ് ഭാരപ്പെട്ട് നിരാശപ്പെട്ടും ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു ധൈര്യവും ഉറപ്പും പ്രത്യാശയും കർത്താവ് തന്നു. ആ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അത് കർത്താവിൻ്റെ കൃപയാണ്. ഇന്ന് ഈ അനുഭവിക്കുന്ന ആരോഗ്യവും സന്തോഷവും ഇതെല്ലാം കർത്താവിൻ്റെ കൃപയാണ്. ആ കൃപയിൽ അന്ത്യത്തോളം നിലനിൽക്കുവാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. യേശു ജീവിക്കുന്നു. വിളിച്ചു പറഞ്ഞേ, എൻ്റെ യേശു ഏറ്റവും വലിയവനാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കുണ്ടെന്ന് യേശു പറഞ്ഞു. സകല അധികാരവും പ്രാപിച്ച യേശുവിൻ്റെ കൺമണിയാണ് നിങ്ങളും ഞാനും. അടുത്തിരിക്കുന്ന നാളെ പറഞ്ഞ സകല അധികാരവും പ്രാപിച്ച യേശുവിൻ്റെ കണ്ണിലെ കൺമണിയാണ് നിങ്ങൾ. ഹലോ, ആണോ? പിന്നെന്തിനാ പേടിക്കുന്നേ? നാം അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തതാ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സകല കുറവുകളും വീഴ്ചകളും എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നൊരു നല്ല കർത്താവുണ്ട്. കർത്താവിൻ്റെ മക്കളെ പോലെ നിരുന്നേ. കർത്താവിൻ്റെ മക്കളെ പോലെ ഇരുന്നേ. സമ്പന്നൻ്റെ മക്കളെ പോലെ നിരുന്നേ. സമ്പന്നൻ്റെ മക്കളെ പോലെ നിരുന്നേ. സ്വോത്രം. അടുത്തിരിക്കുന്ന ആൾ പറ, സമ്പന്നൻ്റെ മക്കളെ പോലെ ഇരിക്കുക. സമ്പന്നൻ്റെ മക്കളാണോ? ഹലോ, സർവശക്തൻ്റെ മക്കൾ ഇവിടെ ഉണ്ടോ? അന്ന് അവരിയ്ക്കുന്ന പോലെ നിരുന്നേ. ഒരു സൈസ് ആടി തൂങ്ങിയിരിക്കാതെ നല്ല കർത്താവിൻ്റെ മക്കൾ നല്ല സന്തോഷമായി, എൻ്റെ അപ്പൻ എനിക്ക് മതിയായവനാ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും പിന്മാറും മർത്യരെല്ലാം വാക്കുമാർ, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും പിന്മാറും മർത്യരെല്ലാം വാക്കുമാർ, എൻ്റെ യേശു വാക്കുമാറാത്തോ. എൻ്റെ യേശു വാക്കുമാറാത്തോ. ഓ എൻ്റെ യേശു വാക്കുമാറാത്തോ. ഓ എൻ്റെ യേശു വാക്കുമാറാത്തോ. എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം വാക്കുമാർ, എൻ്റെ യേശു വാക്കുമാറാത്തോ. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒരു ഹല്ലേലൂയ വീണ്ടും പറഞ്ഞാട്ടെ. ആർപ്പോടെ ഒന്ന് സ്തുതിച്ച്
ശബ്ദമുയർത്തി സ്തുതിച്ച് മുഴുവൻ ശബ്ദവും എടുത്ത് ഈ ദേശം മുഴുവൻ കേൾക്കട്ടെ. റോമാലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഒരു വശത്ത് മനുഷ്യന്റെ ലംഘനം, ഒരു വശത്ത് ദൈവത്തിന്റെ കൃപ. എല്ലാവരും പറഞ്ഞ്, ഒരു വശത്ത് മനുഷ്യന്റെ ലംഘനം, തെറ്റുകൾ, അവർക്ക് നിമിത്തം വന്ന പ്രശ്നങ്ങൾ. മറുവശത്ത് എന്തുണ്ട്? ദൈവത്തിന്റെ കൃപ, കനിവ്, നമ്മളോടുള്ള കരുണ. പ്രൈസ് ലോർഡ്. ഒരു ത്രാസിന്റെ 2 തട്ടിൽ വെച്ചിരിക്കാന്ന് വെക്കുക. ഒരു വശത്ത് മനുഷ്യന്റെ ലംഘനം, മറുവശത്ത് ദൈവത്തിന് മനുഷ്യനോടുള്ള, തെറ്റ് പറ്റിയ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കൃപ. ഇനി ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഈ 2 ത്രാസിന്റെ തട്ടിലിരിക്കുന്നു, ഒരുപോലെ അല്ല തൂക്കത്തിൽ. താഴ്ത്തു വായിക്കാം. ഏകൻ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ, ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയായുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, കവിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ലംഘനങ്ങൾ ചെറുതല്ല. മനുഷ്യന്റെ പാപമാണ്, ദൈവത്തിൽ നിന്ന് അകന്നതാണ് ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം. മനുഷ്യന്റെ ശ്രമം കൊണ്ട് പാപത്തെ പരിഹരിക്കാൻ അവൻ നോക്കിയാൽ ഒരു വലിയ ഡാം പോലെയാണ് നമ്മുടെ പാപങ്ങളെങ്കിൽ, ആ പാപം പരിഹരിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ ആ ഡാമിനകത്തൊരു ചിരട്ടയ്ക്കകത്തെ വെള്ളം പോലെയുള്ളൂ. വെള്ളം പിടി കിട്ടിയോ? പ്രൈസ് ലോർഡ്. മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ അവൻ സ്വയം ചെയ്ത നന്മ പ്രവർത്തികളോ നീതിയോ ദാനധർമാദികളോ ഒക്കെ ചെയ്തു നോക്കുക. പക്ഷേ മനുഷ്യന്റെ പാപമെന്ന മഹാസാഗരം, അതിനെ മാറ്റാൻ മനുഷ്യന്റെ ഒരു പ്രവർത്തിക്കും സാധ്യമല്ല. അതിങ്ങനെ വലുതായിട്ട് നിൽക്കുക. അടുത്തിരിക്കുന്ന ആളവരെ പക്ഷെ പേടിക്കണ്ട. അപ്പറേ ഈ ഡാം പോലെ നിന്ന് നിന്റെ പ്രശ്നങ്ങളെ, പാപത്തെ കവിയുന്ന വേറൊരു വലിയ ഡാം വന്നിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ കൃപ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇനി മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടെ പറയാം. നമ്മുടെ നീതിപ്രവർത്തികൾ നല്ലതാകാൻ വേണ്ടി, നമ്മുടെ പാപം മാറ്റാൻ വേണ്ടി നമ്മൾ സ്വയം കണ്ടുപിടിച്ച കർമ്മങ്ങളോ ദാനധർമാദികളോ എന്തെങ്കിലുമൊക്കെ ആട്ടെ, അതെല്ലാം മനുഷ്യന്റെ പാപമാകുന്ന ഭീകര ഡാമിലെ ഒരു ചിരട്ടയുടെ എടുത്ത വെള്ളം പോലെയുള്ളൂ, അല്ല ഒരു ചിരട്ട പോലെയുള്ളൂ. ആ ചിരട്ട കൊണ്ട് ഡാമിലെ വെള്ളം വറ്റിക്കാൻ പറ്റുമോ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിന്റെ തലമേൽ നിൽക്കുന്ന പാപത്തെ വറ്റിക്കാൻ എത്ര നാൾ ഈ ചിരട്ട കൊണ്ട് കോരുമെന്ന് ചോദിച്ചു. സാധിക്കുമോ? സാധിക്കുമോ? എന്നാൽ ദൈവത്തിന്റെ മക്കളെ ഇവിടെ പറയാണ്, കവിയുന്ന വേറൊന്ന് വന്നിരിക്കുന്നു. അതെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപ ഒരു കടല് പോലെ ഇവിടെ ഇറങ്ങി വന്നു. അവന്റെ പേരാണ് യേശു. അതിനു മുമ്പും ദൈവകൃപ കൃപയായിട്ടുണ്ടായിരുന്നു. എന്നാൽ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ എവിടൊക്കെ ഇരുട്ടുണ്ടോ അത് മുഴുവൻ മാറിപ്പോകുന്നത് പോലെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിനകത്തോട്ട് നോക്കി 4 ഡോറുകളിൽ നിന്ന് കയറി വരുന്ന വെട്ടം നിങ്ങളെ എല്ലാം ഇവിടുത്തെ ഇരുട്ട് മാറ്റിയെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം മാനവജാതിക്ക് വേണ്ടി വന്നു, വെളിപ്പെട്ടു. അതാണ് യേശു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത് വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സൂര്യൻ ഉദിക്കുന്നത് പോലെ ഇംഗ്ലീഷിലിരിക്കുന്ന അപ്പിയേർഡ് എന്നാണ്. അപ്പം എൻ്റെ തെറ്റുകൾ ഭയങ്കരമായിട്ട് നിൽക്കുകയാണെങ്കിലും അതിനെ കവിയുന്ന ദൈവകൃപ വന്നു. അതാണ് യേശു ക്രിസ്തു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പാപങ്ങളും എൻ്റെ തെറ്റുകളും മാനവജാതിയുടെ കുഴപ്പങ്ങൾ ഒരു വലിയ ഡാം പോലെയാണെങ്കിൽ
ദൈവകൃപയുടെ അതിലും വലിയൊരു സമുദ്രം വന്നപ്പോൾ ഇപ്പൊ എൻ്റെ മാനവജാതിയുടെ പാപമായിരുന്ന ഡാം ഒരു ചിരട്ട പോലെയുള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതാണ് റോമാലേഖനം പറഞ്ഞത്, ദൈവകൃപ മനുഷ്യന്റെ ലംഘനങ്ങളെ കവിഞ്ഞിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ഇന്നും ശ്രമിക്കുന്നത് എന്താണെന്നറിയോ? ഈ കൃപയുടെ കടലിനരികിലിരുന്ന് സ്വന്തം കയ്യിലെ ചിരട്ട കൊണ്ട് സ്വന്തം കുഴപ്പങ്ങൾ മാറ്റാൻ നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലൊന്ന് ഊഹിക്കുക, നമ്മുടെ ശരീരത്ത് അരക്ക് പോലെ അല്ലെ ഗ്രീസ് പോലെ എന്തോ ആകെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തെ കുറിക്കുന്നു. ഈ ചക്ക തിന്ന വ്യക്തി വെള്ളത്തിൽ കഴുകിയാൽ എന്ത് സംഭവിക്കും? എല്ലാം പോവോ? അവിടെ ഇവിടെ എല്ലാം പറ്റുമല്ലേ? ചക്ക തിന്ന വ്യക്തി പഞ്ഞിയെടുത്ത് തൂത്താൽ എങ്ങനെ ഇരിക്കും? ക്രിസ്മസ് ഫാദറിനെ പോലിരിക്കും അല്ലേ? എൻ്റെ ശ്രമങ്ങൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ നോക്കുകയാണ്? മാറ്റാൻ പോവാ. എന്നാൽ അല്പം വെളിച്ചെണ്ണ തൂത്താൽ അതെങ്ങനെ പോകുമല്ലേ? അങ്ങനെ മനുഷ്യൻ്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സ്പൂണല്ല, ഒരു കടൽ. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു പറഞ്ഞ യേശു ക്രൂശിൽ ഒഴുക്കിയ ആ രക്തത്താൽ സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമുണ്ട്. അതിൻ്റെ കടലാ വന്നിരിക്കുന്നത്. എന്താണ് വന്നിരിക്കുന്നത്? ഇന്ന് അപ്പം ഒരു വ്യക്തി, പാപിയായ ഒരു വ്യക്തി, അവൻ സ്വയം രക്ഷ നേടാൻ ശ്രമിക്കുന്നത് ഒരു ചിരട്ടയിലെ വെള്ളം കൊണ്ട് കുളിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഒരു ചിരട്ട വെള്ളത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റുമോ? അതും ഈ കുളി എവിടെ നടത്തുന്നതെന്നറിയാമോ? ഒരു കടലിനരുക്കലിരുന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ കടലിനെ ഇവിടെ വിളിച്ചു പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കൃപയുടെ കടൽ, അവൻ്റെ തിരുമാർവിലൂടെ തുറന്ന കൃപയുടെ കടൽ ഇന്നിവിടെ പരിചയപ്പെടുത്തുവാൻ ഞാൻ നിൽക്കുകയാണ്. ആ കൃപയ്ക്കകത്ത് പാപമോചനമുണ്ട്, ആ കൃപയ്ക്കകത്ത് രോഗസൗഖ്യമുണ്ട്, ആ കൃപയ്ക്കകത്ത് അനുഗ്രഹമുണ്ട്, ആ കൃപയ്ക്കകത്ത് നിന്റെ തെറ്റുകൾ ഒഴുകിപ്പോയി, ആ കൃപയ്ക്കകത്ത് നിന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഒഴുകിപ്പോയി. ഇന്ന് ആ കൃപയെ ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കട്ടെ. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. മനോഹരമായൊരു പാട്ടുണ്ട്, ഓടിവാ കൃപയാം നദിയരികിൽ. ഞാനത് കടലരികിൽ നിന്ന് പാടാൻ പോവാ. ഓടിവാ കൃപയാം കടൽ അരികിൽ, നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാം കടൽ അരികിൽ, നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാം കടൽ അരികിൽ. അടുത്ത ലൈൻ എന്ത് രസമാണെന്നറിയാമോ? തേടി നിന്നെ കാണാനേറ്റം പാടി വഴുന്നവൻ ഉള്ള പാടി വന്നു പാടുകള ഏറ്റുകുരിശിൽ. നേടി നിന്റെ രക്ഷയേശു മോടിയോടുയർത്തു പീത. ഓടിരുന്നു മധ്യസ്ഥനായി കേണപേക്ഷിക്കുന്നു. വേഗം ഓടിവാ കൃപയാ നദിയരികിൽ, നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാ കടൽ അരികിൽ. അടുത്ത അതിന്റെ പദം എന്താണെന്നറിയോ? ഈ കർത്താവ് ഈ നദി അഥവാ ഈ കടൽ എവിടുന്ന് വന്നാന്നറിയാമോ? അവന്റെ ചങ്ക് പിളർന്ന് ഒഴുക്കിയതാ. അശുദ്ധികൾ ഒഴിച്ചു നിൻ അകൃത്യങ്ങൾ അകറ്റിടാൻ വിശുദ്ധിയിൽ ഉറവയെ തുറന്നു മാറിൽ. എന്തുവാ? അശുദ്ധികൾ ഒഴിച്ചു നിൻ അകൃത്യങ്ങൾ അകറ്റിടാൻ വിശുദ്ധിയിൽ ഉറവയെ തുറന്നു മാറിൽ. കുളിച്ചു നീ അനുദിനം വെളുപ്പിച്ചങ്കിയ പിന്നെ, കുളിച്ചു നീ അനുദിനം വെളുപ്പിച്ചങ്കിയ പിന്നെ, കുടിച്ചിടും തടിച്ചു നീ വിശുദ്ധനായി വളർന്നിടും. ഓടിവാ കൃപയാ കടൽ അരികിൽ, നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാ കടൽ അരികിൽ. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്, നിന്നോടുള്ള കരുണയുടെ ഒരു കടൽ അതാ കിടക്കുന്നു. നിന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു കടൽ ഇതാ തുറന്നിരിക്കുന്നു. നിന്റെ തെറ്റുകൾ
നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് അതിനെ സ്വയം പരിഹരിക്കാൻ, നമ്മുടെ തന്നെ നന്മകളിൽ അതിനെ കഴുകിക്കൊണ്ടിരിക്കാതെ അവൻ്റെ കരുണയിലേക്കൊന്ന് തിരിയുന്നതാണ് മാനസാന്തരം. പലരുടെയും വിചാരം മാനസാന്തരം എന്ന് പറയുന്നത് സ്വന്തം പറ്റിയ തെറ്റുകളെല്ലാം ഇങ്ങനെ ഏറ്റു പറയുന്ന പറ്റിപ്പോയി കർത്താവേ, പറ്റിപ്പോയി കർത്താവേ, പറ്റിപ്പോയി കർത്താവേ, അതൊരു കർമ്മമാണ്. ആ പറയുന്നതല്ല മാനസാന്തരം. യെസ്, അതിനെക്കുറിച്ച് അനുദപിക്കണം. പക്ഷേ ആ പാപങ്ങൾ മാറ്റാൻ വേണ്ടി എൻ്റെ സ്വന്തം ശ്രമങ്ങൾ, ഞാൻ അതിനു വേണ്ടി എൻ്റെ പാപം മാറാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യുക, ഞാൻ നല്ലതാകാൻ ശ്രമിക്കുക, എന്നെ കൊണ്ടൊക്കത്തില്ല. അത് വിട്ടിട്ട് ഈ കടലിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. അതാണ് നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. മാനസാന്തരം എന്ന വാക്ക് വളരെ തെറ്റിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മദ്യപാനം നിർത്തുന്ന മാനസാന്തരം എന്നാണ് നമ്മുടെ വിചാരം. അതൊരു മാനസാന്തരമാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പാപമോചനത്തിനായി എൻ്റെ സ്വന്തം പദ്ധതികൾ ഉപേക്ഷിച്ച് എനിക്കായിട്ട് തുറന്ന ഉറവയിലേക്ക്, എൻ്റെ യേശുവേ, ഞാൻ എത്ര നോക്കിയാലും നന്നാകത്തില്ല, നീ എന്നെ വിടുവിക്കണേ എന്ന് പറയുന്നതാണ് മാനസാന്തരം. ആ കടൽ നിനക്ക് വേണ്ടി ഇതാ കിടക്കുന്നു. ആ കടലിൻ്റെ അരികിലൊന്ന് വന്നേ. ആ കൃപയുടെ കടലിലെ അല്പം പോരെ നീ ശുദ്ധയാകാൻ, ആ സ്നേഹത്തിൻ്റെ ഒരു അല്പം പോരെ നീ നന്നാകാൻ. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപം അവൻ്റെ വസ്ത്രം കളഞ്ഞു, അവന് നഗ്നനായപ്പോൾ മനുഷ്യൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ഒരത്തിയില സ്വയം കൂട്ടി തുന്നി എന്ത് ചെയ്തു? ഉടുപ്പിട്ടു. അത് സ്വന്തം ശ്രമങ്ങളാൽ ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള ശ്രമമാണ്. ഞാൻ വലിയ കുഴപ്പമൊന്നുമുള്ള ആളല്ല, ഞാൻ എനിക്ക് കിട്ടുന്നതിൽ ഇച്ചിരിയൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ സ്വോത്ര കാഴ്ച ഇടുന്നയാളാ, ഞാൻ ആരുടെ അതിര് മാന്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ നന്മ ഞാൻ വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ നോക്കുക. അത് ഈ അത്തിയില കൂട്ടി തുന്നിയ പോലെ. ഇല കൊണ്ടൊരു ഉടുപ്പിട്ടാൽ എന്ത് സംഭവിക്കും? വെയിലുറയ്ക്കുമ്പോൾ അത് വാടിക്കരിഞ്ഞു പോകില്ലേ? ഒരിക്കലും ദൈവം മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല സ്വന്തം ശ്രമത്താൽ. എന്നാൽ നമ്മൾ വായിക്കുന്നു, യഹോവയാം ദൈവം ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ തോലവരെ ഉടുപ്പിച്ചു, വാടാത്തൊരു വസ്ത്രം അവൻ കൊടുത്തു. അതിനുവേണ്ടിയാണ് ലോകസ്ഥാപനത്തിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ നിർത്തുവാൻ അവൻ എന്ത് ചെയ്തു? അവൻ വസ്ത്രമില്ലാത്തവനായി തീർന്നു. ഒരു കുഞ്ഞാടിൻ്റെ വസ്ത്രം പൊളിച്ചെടുത്ത് നമ്മളെ ഉടുപ്പിച്ചതുപോലെ ക്രൂശിൽ പാപമില്ലാത്ത ദൈവപുത്രൻ എൻ്റെ നിങ്ങളെ പാപം വഹിച്ച് ക്രൂശിൽ മരിച്ചു. അവൻ പൂർണ്ണ നഗ്നനായിട്ട് അവിടെ മരിച്ചത് നിനക്ക് ഈ വസ്ത്രം തരാനല്ല, ദൈവസന്നിധിയിൽ തല ഉയർത്തി നിൽക്കാനുള്ള ധൈര്യം തരാനാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ഇനി കുറ്റവാളിയെ പോലെ നിൽക്കണ്ട, നിന്റെ തല ഉയർത്താനാണ് യേശു വന്നത്. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവള് തല കുനിച്ചാ നിന്നതല്ലേ? എങ്ങനെയാ നിന്നത്? അനേകരുടെ മുമ്പിൽ തല കുനിച്ച് നിന്ന് നിന്റെ തല ഉയർത്തിപ്പിടിക്കുമാറാക്കാൻ കർത്താവ് വന്നിരിക്കുക. ദൈവസന്നിധിയിൽ സ്തോത്രം. ഒരു പാപി പ്രാർത്ഥിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ല, ഞാൻ മഹാപാപിയ. എന്നാൽ കർത്താവിൻ്റെ കൃപയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ തല ഉയർത്തി അവൻ മടങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, കർത്താവിൻ്റെ കൃപ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുക. എന്തിനാണെന്നറിയോ? നിന്നെ ദൈവം മുമ്പിൽ തല ഉയർത്തി നിർത്തുവാൻ കർത്താവിൻ്റെ കൃപ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുക. എന്തിനാണെന്നറിയോ? നിന്നെ കല്ലെറിഞ്ഞ, നീ തെറ്റുകാരനാന്ന് പറഞ്ഞ, നീ പാപിയാണെന്ന് പറഞ്ഞ മനുഷ്യരുടെ മുമ്പിൽ നിന്റെ തല ഉയർത്താൻ, വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ തല ഉയർത്തിയവൻ ദൈവപൈതലേ നിന്റെ തല ഉയർത്താൻ പോവാ. സിസ്റ്റർ, എന്തായിരുന്നു പ്രയാസം? ഇവിടെ വന്നേ. ഇവിടെ ആർത്രൈറ്റിസ് ആയിരുന്നു. ഇപ്പൊ ചെക്ക് ചെയ്തേ, കൈയൊക്കെ നനക്കിക്കേ. എങ്ങനെയുണ്ട് ഇപ്പം? എന്തായിരുന്നു അസുഖം? ആർത്രൈറ്റിസ് ആയിരുന്നോ? അതെ, തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായതാ. പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ വേദനകളെല്ലാം ഇങ്ങനെ ഒരു എന്തോ ഒരവസ്ഥയിലായി പോയി. പോവുമായിരുന്നു ചങ്കിനകത്ത് നിന്നല്ല എന്തോ ഇറങ്ങിപ്പോയി. നാളുകളായിട്ട് എന്തോ കയറിയിരിപ്പുണ്ടായിരുന്നു. വേദനകളായിരുന്നു. വിരലൊക്കെ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കോളറിട്ടേക്കായിരുന്നു. പെടല് തിരിക്കാനും മേല. ഇപ്പൊ തിരിയുന്നുണ്ടോ? ആ തലേന്ന് തുണിയൊന്ന് മാറ്റിക്കേ. ഇനി നല്ലപോലെ അങ്ങോട്ട് തിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ. എങ്ങനുണ്ട്?
എങ്ങനുണ്ട്? വേദനയില്ല. ഏ? വേദനയില്ല. വേദനയില്ല. ഇല്ല. തല തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇല്ല. രണ്ട് കൈ ഉയർത്തി എന്നെ വിരലുകളൊന്ന് മടക്കി കാണിക്കാമോ? മടക്കിക്കേ വിരലുകൾ. നൂറത്തെ ഒന്നൂടെ. സിസ്റ്റർ, വേദന മാറിയോ? മാറി. ഇങ്ങനെ മടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു? അതെയായിരുന്നു. ആയിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഇല്ല. ഇരുന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒന്ന് ഇരുന്ന് എഴുന്നേറ്റ് നോക്കിക്കേ. എങ്ങനുണ്ട്? വേദനയില്ല. വേദനയില്ല. രോഗാത്മാവ് വിട്ടുമാറി. ആമേൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. യേശു ക്രിസ്തു വേറൊരു മതത്തോട് എതിർക്കാനല്ല പറഞ്ഞത്. യേശു ക്രിസ്തു ജാതികൾ തമ്മിൽ എതിർക്കാൻ പറഞ്ഞവനല്ല. യേശു ക്രിസ്തു രാഷ്ട്രത്തിനെതിരല്ല. യേശു ക്രിസ്തു മനുഷ്യനെ ബന്ധിക്കുന്ന പൈശാചി ശക്തിക്ക് മാത്രമാണ് എതിര്. ഒരു അത്ഭുത സൗഖ്യമായി ഈ ശരീരത്തിൽ നടന്നിരിക്കുന്നത് 14 വർഷമായിട്ട്. 14 വർഷമായിട്ട് ഈ പെടലിയുടെ ജോയിന്റിനും ഈ വിരലിനും ഈ കണ്ണക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ഇത് 14 വർഷമായതാ. എന്നിട്ട് ഇവിടെ വന്ന് ഫസ്റ്റ് ഇപ്പോൾ പ്രാർത്ഥിച്ചോളന്നപ്പോൾ ഈ കൈ അടിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സുഖമായി, ഒരു കുഴപ്പമില്ല. കൈക്ക് സുഖമായി, ഒരു കുഴപ്പമില്ല. ആ സിസ്റ്റർ സന്തോഷം കൊണ്ട് കരയുക. ഒരു രോഗമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ കഴുത്തൊന്നും നേരെ വെക്കത്തില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ പുകച്ചിലും വേദനയായിരിക്കും. സുഖമായി. ഒന്ന് പെടലേക്ക് തിരിച്ച്. ഒരു കുഴപ്പമില്ലാതെ യേശു സൗഖ്യമാക്കി. ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് വളരെ നല്ല ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ആർത്രൈറ്റിസ് വന്ന ആ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കി. തൻ്റെ വിരലുകളെ കർത്താവ് ചലിപ്പിച്ചു. തൻ്റെ അവയവങ്ങൾക്ക് കർത്താവ് പുതുബലം കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശാരീരികമായി പ്രയാസത്തിലാണോ? നിങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ നാളുകളിലെ ഓരോ കാര്യം നോക്കിയാൽ എനിക്കിതിന് വിടുതലിന് യോഗ്യതയുണ്ടോ എന്ന് സംശയിച്ച് എന്നെ കേൾക്കുന്നവരുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിടുതലിന് യോഗ്യതയുണ്ട്. എൻ്റെ യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കർത്താവ് അവരുടെ ഒരു സ്വഭാവവും നോക്കത്തില്ല. ജാതിയോ മതമോ ഒന്നും കർത്താവ് നോക്കത്തില്ല. എൻ്റെ കർത്താവിൻ്റെ കൃപ അവിടെ വ്യാപരിക്കും. ഇന്ന് ആ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരത്തെ ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ ഭവനത്തിൽ ഒരു പുതിയ സമാധാനം കർത്താവ് തരും. നിങ്ങളുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വഴികളെ എൻ്റെ കർത്താവ് തുറക്കും. ആ കേസ് സംബന്ധമായ വിഷയങ്ങളെ കർത്താവ് എൻ്റെ ഉള്ളിൽ പറയുന്നു. വളരെ നാളുകളായിട്ട് ആ കേസുമായിട്ട് നിങ്ങൾ നടക്കുകയാണ്, ഒന്നും കാണുന്നില്ല. വക്കീലന്മാർക്ക് കൊടുക്കാൻ പൈസയും തീർന്നു. ആ അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന ആരൊക്കെയുണ്ട്, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോവാം. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ബലത്തിലല്ല ആശ്രയിക്കുന്നത്, ഞങ്ങളുടെ കഴിവിലല്ല ആശ്രയിക്കുന്നത്. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുക. എൻ്റെ കർത്താവെ, ആ കൃപ ഞങ്ങളെ നടത്തണമേ. ഇന്ന് കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ആ കൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ശാരീരികമായും മാനസികമായും ഭാരപ്പെടുന്ന അനേകർ കേൾക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലെ കുറ്റബോധമെല്ലാം മാറട്ടെ. അവർക്കെതിരെ പിശാച് വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ യേശുവിൻ്റെ കൃപ ആ കുറ്റബോധം മാറ്റി അവരുടെ മനസ്സിന് വലിയ ധൈര്യവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയട്ടെ. ക്യാൻസർ ഉരുകിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലിവറുകൾക്ക് സൗഖ്യം വരട്ടെ. ഡയാലിസിസ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ തൊടണമേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അസ്ഥികൾ ഇപ്പോൾ തന്നെ യോജിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ കൃപ അവിടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സാമ്പത്തികമായ വലിയ വിടുതൽ സംഭവിക്കട്ടെ. എൻ്റെ കർത്താവെ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ഈ സമയം വലിയൊരു വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം.
കേസ് സംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും ഒരു തീർപ്പുണ്ടാകട്ടെ. അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനായി നന്ദി, വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വീണ്ടും പറയാം, കൃപയിൽ ആശ്രയിച്ചോണം. ഒരിടത്തും ലജ്ജയാകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ ഇതേ കൃപയിൽ നിങ്ങളെ കർത്താവ് സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.